അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു പാനും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അടിപൊളി പാനാണ് കേട്ടോ. ലിഡൊക്കെ ഉള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല വലിപ്പമുണ്ട്, പക്ഷേ കിട്ടിയപ്പോൾ അത്ര ഒന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് ചെറിയ ചെറിയ സ്നാക്ക് ഉണ്ടാക്കാനൊക്കെ ഒരു അടിപൊളി തന്നെയാണ്. അപ്പം ഇന്നത്തെ സ്നാക്ക് ഇതിലുണ്ടാക്കാമെന്ന് കരുതി. ഇതിന് ചെറിയൊരു പ്രൈസേ ഉള്ളൂ കേട്ടോ. ആകെ 500 സംതിങ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പാന് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 സവാളയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അൽഹംദുലില്ലാ. അങ്ങനെ പോകുന്നു. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ചൂടിന് ഒരു കുറവുമില്ല, നല്ല ചൂട് തന്നെയാണ്. സവാള വാടിയപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ്. അത് ഇവിടുന്ന് വാങ്ങിയത് ആയ കാരണം ചെറിയൊരു കട്ടയാണ് കേട്ടോ. ആ കട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി. ഇനി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ സ്റ്റോക്ക് നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടിയാൽ അതിലേക്ക് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് കൈവച്ചൊന്ന് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കൊന്നും ഇല്ല, അതേപോലെ വ്യൂസും ഇല്ല. അപ്പോൾ എന്നാലും പിന്നെയും വീഡിയോ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിക്കൻ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്. ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടൈറ്റായിട്ടുള്ള മയോണൈസ് വേണം കേട്ടോ, ലൂസാവരുത്. കാരണം നമുക്കിത് സ്നാക്കിനുള്ളതല്ലേ. ഇനി 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ സ്പൂൺ കൊണ്ട് 3 പ്രാവശ്യം ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. വലിയ സ്പൂണാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മയോണൈസ് ഉണ്ടാക്കൽ പാല് പിരിച്ചെടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. മുട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ എടുത്ത് വെച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലതാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ മയോണൈസ്. അവരൊരു ബ്രെഡ് ഉണ്ടെങ്കിലും അത് കൂട്ടിയിട്ടും കഴിക്കും. ഇവിടെ മോളെ കുട്ടി അങ്ങനെയാണ് കേട്ടോ. മയോണൈസ് ഉണ്ടമ്മ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ, മല്ലിയില കുറച്ചിട്ടാൽ മതി. നമ്മുടെ മസാലയിൽ ചിക്കൻ സ്റ്റോക്കും അതുപോലെ തന്നെ മയോണൈസൊക്കെ ഒഴിച്ചത് കാരണം നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് പാനിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം. ഈ പാനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോവുള്ളൂ. മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പൊടി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 2 കപ്പ് മൈദപ്പൊടിയിൽ 1/2 കപ്പ് പാല്, ഇളം ചൂടുള്ള പാലിൽ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് പിന്നെ 1 സ്പൂൺ പഞ്ചസാര, പാകത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇവ ചേർത്ത് നല്ലതുപോലെ നമ്മൾ ബണ്ണിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 പാർട്ടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ബണ്ണ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുഴക്കുന്നത് കാണിക്കലുണ്ട്. അത് കാരണമാണ് ഞാനിത് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാതിരുന്നത്. ഇനി ഇതിൽ നിന്നും ഒരു ബോളെടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആരും ഇല്ല, ഞങ്ങൾ 3 പേര് തന്നെ ഉള്ളൂ എന്ന്. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നതുള്ളൂ. ഇപ്പോൾ വലിയൊരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാല വെച്ച് കൊടുത്ത് മടക്കി നമുക്ക് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം.
മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഒറിഗാനോ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചത് ഇടാൻ മറന്നതാണ്. അപ്പം ഞാനിത് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഇതിലേക്ക് വെച്ച് കൊടുത്ത് നടുമടക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചോ നല്ലതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവരും നല്ല തിരക്കിലാണ് തോന്നുന്നുണ്ട്. കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, ടൂറും കാര്യമൊക്കെ ആയിട്ടാവും. കാരണം ഇപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ തന്നെ മടിയാണ്. കാരണം തീരെ ആരും വീഡിയോ കാണുന്ന പോലും ഇല്ല ഇപ്പോൾ. ഞാനിങ്ങനെ മടക്കിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പലതരത്തിലും ബണ്ണ് നിറച്ചത് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതും അതന്നെയല്ലേന്ന്. പക്ഷേ ഇത് വേറൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ജ്യൂസി ആയിട്ടുള്ള ഒരു ബ്രെഡ് നിറച്ചത് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇപ്പോൾ സ്കൂളില്ലാത്ത സമയമാണല്ലോ, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമല്ലോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടി അറിയിക്കുക. ഞാനിത് ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കുന്നത് കേട്ടോ, എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ മുട്ടയുടെ മഞ്ഞ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് എള്ളും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. 125 സെൽഷ്യസിൽ 20 മിനിറ്റാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് ഇതൊന്ന് മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പലഹാരം നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ബട്ടർ തൂക്കി കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല കഴിക്കാനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി പലഹാരം തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.